ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. എന്നിവിടെ വിജയപടത്തിൻ്റെ പേര് ദി കോടൻ ഓജി. പടത്തിൻ്റെ കാസ്റ്റും എവിടെ ഉണ്ടെന്ന് പറഞ്ഞ മുമ്പ് ഒരു പാട്ട് കളിയൊക്കെയാണ്. ഈ സിനിമയുടെ ബീജമുള്ളത് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പവൻ കല്യാൺ, ഇമ്രാൻ ഹാഷ്മി, പിന്നെ പ്രിയങ്കരൻ മോഹൻ, സുധീർ നായരി, പിന്നെ മുട്ടൻ, പിന്നെ അജയ് ഘോഷ്, പിന്നെ പ്രകാശ് രാജീവ്, യേശുത്തമൻ, റയ റെഡ്ഡി, ബിഗ് ശ്യാം എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ധനയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പടം എഡിറ്റ് ചെയ്തിരിക്കുന്നത് നവീൻ നടി ആൻഡ് സിനിമാറ്റോഗ്രാഫി ബൈ രവി ചന്ദ്രൻ ആൻഡ് മനോജ് പരമഹംസ മീൻസ് ഇന്ത്യ സിനിമാറ്റോഗ്രാഫറാണ്. ഹരിഹരവീരം സിനിമാറ്റോഗ്രാഫർ അങ്ങനെയായിരുന്നു. ബട്ട് ആ സിനിമ ഒരു ഊളപ്പടം, അത് വേറെ കാര്യം. പിന്നെ ഈ സിനിമയുടെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ രോമിൽ മോദി എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദർശൻ ജലൻ എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെൻ, കെൻചകം ഫെഡ്കെ ആൻഡ് ഫെഡ്കെ, പിന്നെ ദിലീപ് സുബ്രായൻ ആൻഡ് രവി വർമ്മ. ഇത്ര പേരാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. മ്യൂസിക് ആൻഡ് ബീജിയം ബൈ ലവൻസ്. പടത്തിൽ പറയാൻ അജുദാസ് ഉണ്ട് സിനിമയിൽ, പറയാൻ മറന്നായി. പിന്നെ സുഹാസുണ്ട്. പിന്നെ വേറെ ക്യാമിയാസായിട്ട് ജാക്കി ഷ്രോഫും ലാലും ഉണ്ട്. മീൻസ് യൂണിവേഴ്സ് നമ്മൾ റൂമേഴ്സിൽ പറഞ്ഞ കണക്ക് മീൻസ് ഒരുപാട് ആൾക്കാർ റൂമേഴ്സ് പറഞ്ഞ സംഭവമുണ്ട്. സാഹോയും ഓജിയും അത് ഒരു യൂണിവേഴ്സാണ്. അപ്പോൾ അത് സത്യമാണെന്നുള്ളത് സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും വലിയ എന്നുള്ളത് സിനിമയുടെ ബോക്സ് ഓഫീസ് വൈസ് നമുക്ക് അറിയാവുള്ളൂ. പക്ഷേ എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ബിക്കോസ് ഡേ വൺ കളക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ കാണാൻ പോകുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 154 crores അറ്റ് ഫസ്റ്റ് ഡേ വൺ. അങ്ങനെ കംബാക്ക് മോനെ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ പടം കംബാക്ക് ഫയറിങ് മൂവി, സൂപ്പർ ഫാൻ മൂവി സംഭവമുണ്ട്. ഇതിലെ പടം നച്ചന്ത് ചിന്ത ഫാൻ ബോയ് എന്താ ഫാൻ ബോയ് സംഭവമേ എന്ന് പറയാൻ പറ്റിയൊരു സാധനം കല്യാണം എന്തോരം നാളെന്നാണ്. മീൻസ് ഭീമനാനായത് ഊളപ്പടമായിരുന്നു. ബ്രോ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ ഇഷ്ടപ്പെടുക, ഏകദേശം ഒട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞോട് എനിക്ക് അൺറേറ്റഡ് ആയിരുന്നു. പിന്നെ ഹരിഹരവീരം വലിയ ഡിസാസ്റ്റർ ഒരു ആകെക്കുള്ളിൽ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ബോക്സ് ഓഫീസ് കംബാക്ക് തന്നെ ഇത്. എന്നാൽ മുന്നേ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഈ സിനിമ അവരോട് ഞാൻ മീൻസ് കമൻസ് ഇട്ട് നോക്കിയിരുന്നു. മീൻസ് ചിലവർ പറയുന്നുണ്ട് ഇത് പവൻ കല്യാണിന് പകരം വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത് സിനിമയാണ് ഇൻട്രൊഡ്യൂസ് മീൻസ് ഡയറക്ടറായിട്ട് സുജിത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതൊരു ഫാൻ ബോയ് സർവീസാണ്. ബിക്കോസ് ഞാനൊരു ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പവൻ കല്യാൺ ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻട്രൊഡ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് തൊട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് പടം കാണാൻ നിൽക്കണം. അത് മീൻസ് ഫാൻ ബോയ് സർവീസ് ആണെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലെന്ന് പറയുന്നുണ്ട് സിനിമയിൽ. പിന്നെ സിനിമയിൽ എനിക്ക് ഹൈലൈറ്റ് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത തമന്നസ് മ്യൂസിക് ആൻഡ് ബീജിയം, പിന്നെ ഫ്ലാഷ് ബാക്കുകൾ, ബിൽഡപ്പ് സീൻസ് അതൊക്കെ സൂപ്പർ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടേക്കാണ് ബിൽഡപ്പ് വയ്ക്കേണ്ടതെന്ന് കറക്റ്റ് മീൻസ് നമ്മുടെ സാഹോല് ബിൽഡപ്പ് കുറവായിരുന്നു. എൻ്റെ സംശയത്തിലാണ് ബിൽഡപ്പ് കുറവായിരുന്നു. അവസാനം
അപ്പോഴാണ് ബിൽഡപ്പ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ബിൽഡപ്പ് വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ അത്യാവശ്യം ബിൽഡപ്പ് ഉണ്ട്. ബിക്കോസ് ദിസ് ഇസ് ഗാങ്സ്റ്റർ ഫിലിം എൻ്റെ ഫാൻ ബോയ് സംഭവം. അതുകൊണ്ട് അത്യാവശ്യം ബിൽഡപ്പ് വേണം. പിന്നെ ഇത് തെലുങ്ക് മലയാളം അപ്പോൾ അതിലൊരു ജപ്പാനീസ് സ്റ്റൈല് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് വർക്കായിട്ടുണ്ട്. ഇതിൽ വല്ല ലാഗും തോന്നിയോന്ന് ചോദിച്ചാൽ ലാഗ് തോന്നിച്ചത് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലാണ് ലാഗ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ ലാഗ് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങേരി നമ്മുടെ ഇമ്രാൻ ഹാഷിമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീനുണ്ട്. ഇനി മറ്റേ ഒരുത്തനെ വന്നിട്ടെങ്കിൽ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്രാൻ ഹാഷിമി വെക്കുന്നത് സീൻ എനിക്ക് അത്രയും പിടിച്ചില്ല കേട്ടോ. സീൻ എന്തിനാണ് സീൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് മീൻസ് പറയാൻ പറഞ്ഞിട്ട് ഇത് ലൂസിഫർ മാതിരിയാണ്. മീൻസ് ഇപ്പോൾ നമ്മൾ ലൂസിഫറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൂസിഫറിൽ ലാലേട്ടൻ ആണ് നായകൻ, വില്ലൻ വിവേക് ഒബ്രോയ്. അതിൻ്റെ ഇൻസ്പിറേഷൻ നോട്ട് റീമേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻസ്പിറേഷൻ എന്ന ലെവലിലാണ് സിനിമ എടുത്ത് ചെയ്യുന്നത്. മീൻസ് അത് അവിടെ നമുക്ക് ലാലേട്ടനെങ്കിൽ ഇവിടെ പവൻ കല്യാൺ, അവിടെ വിവേക് ഒബ്രോയെങ്കിൽ ഇവിടെ ഇമ്രാൻ ഹാഷിമി. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ഇൻസ്പിറേഷൻ ഫുള്ളായിട്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷനാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. മീൻസ് അവിടെ പൊളിറ്റിക്സ് ആണെങ്കിൽ ഇവിടെ പോർട്ട് അങ്ങനെ സംഭവമുണ്ട്. പിന്നെ അവിടെ സച്ചിൻ ടെണ്ടുൽക്കറെങ്കിൽ ഇവിടെ പ്രകാശ് രാജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പടത്തിൽ ഫസ്റ്റ് ഹാഫ് നൈസ് സാധനം. പിന്നെ അവരെ എനിക്ക് പിടിക്കാൻ അങ്ങേര് രണ്ട് ശവം കത്തിക്കാൻ നിൽക്കണം. നമ്മൾ ഇങ്ങേര് വന്നിട്ട് ഷോ കാട്ടും നമ്മുടെ അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഒരു കുളിഞ്ഞ് കയറണം. ആ സീനിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നൊക്കെ തോന്നി. ആ ഒരു സീൻ്റെ അടുത്ത് കളയായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്ത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അത്യാവശ്യം മീൻസ് ഒരു OG എന്ന പേരിന് അത്യാവശ്യം വില കൊടുത്തിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ വിഷ്വൽസ് ആരടച്ച് പതിനഞ്ച് പെർഫോമൻസ് എന്തുവാ രവിക ചന്ദ്രൻ അവരുടെ ക്യാമറ ഷോട്ട് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ് സൂപ്പർബാണ്. ആ ഒരു സീൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു സീൻ നെഗറ്റീവായിട്ട് തോന്നിയത് അത് മാത്രം എടുത്ത് കളയായിരുന്നു. കാര്യമില്ല, കുഴപ്പമില്ല. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എൻ്റെ പൊന്നോട് സീൻ തന്നെ. പിന്നെ സാഹുവായിട്ട് കണക്ട് ചെയ്യുന്ന സീനാണ് എനിക്ക് ഈ സിനിമയിൽ ഹൈലൈറ്റഡ് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തിരുന്നത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ കട്ട വെയിറ്റിംഗ്. ഒന്ന് വേഗം ഇറക്കി വിടും. അല്ല ഏത് വർഷം ഇരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഒന്ന് വേഗം ഇറക്കി വിടുന്നത് ചെയ്താണ്. പിന്നെ അത് ഞാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്കിതൊരു മസ്റ്റ് വാച്ചായിട്ട് ഫീൽ ചെയ്തത്. മറ്റുള്ളവർക്ക് ഞാൻ മസ്റ്റ് വാച്ചായിട്ട് പ്രിസ്ക്രൈബും ചെയ്യുന്നു. പിന്നെ സാഹോ ഇഷ്ടമുള്ളവർക്കും ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടമാണ്. പിന്നെ ഞാനിത് കാണാൻ പോയത് വനിതയിലാണ്. തുടങ്ങി ഞാൻ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്ത എല്ലാ സാധനവും സിനിമയിലുണ്ട്. നല്ലൊരു വില്ലനുണ്ട്, നല്ലൊരു ഹീറോ ഉണ്ട്, നല്ലൊരു കഥയുണ്ട്. മീൻസ് കഥ എന്ന് പറയുന്നത് കുറച്ച് യൂഷ്വലാണ്. തെലുങ്ക് മസാലയ്ക്ക് പറ്റുന്നൊരു ടെംപ്ലേറ്റാണ്. അപ്പോൾ അത് ആലോചിച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ പടങ്ങൾ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ്. മീൻസ് ഞാൻ അതിന് മുമ്പ് കണ്ടിരിക്കുന്നത് ഭീമനായക് അന്യകാര്യം ഒരു ഫിലിം എടുത്ത് കളയാം. അതൊക്കെ ആ 3 പടം പൊളിയായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ അന്യവരല്ല അഗ്നാദേവാസി, ഗോപാല വക്കീൽ സാബ്, പിന്നെ ഖുഷിയുടെ റീമേക്ക്, തെലുങ്ക് റീമേക്ക്, അതിൻ്റെ പേര് ഖുഷി തന്നെ. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ കട്ടമറയട്,
അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഇത്. അപ്പോൾ ഞാൻ കണ്ടിരിക്കണത്. അപ്പോൾ അത് ചങ്കർദാദ MBBS അങ്ങേറ്റ് ഒരു ഗെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഉള്ളതായിരുന്നതിന് ഞാൻ ഗെയിമേ ഉള്ളായിരുന്നു. എനിക്ക് ആ സിനിമ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് കാരണം അന്ന് ആ സമയത്ത് എന്താ വെച്ചാൽ പിന്നെ രാജ്യം കണ്ടതിന് ശേഷം എനിക്ക് അതിങ്ങനെയൊന്നും മീൻസ് റീമേക്ക് പിന്നെ അതിൻ്റെ റീമേക്ക് സിനിമ ഒട്ടും വർക്കായില്ല. അതാണ് പറഞ്ഞാൽ പറ്റിയത്. അതിലോട്ട് എന്തായാലും പറഞ്ഞത് ആക്ഷൻ സൂപ്പർ തന്നെ. എനിക്ക് എച്ചകം ഫിഡ്ക്കെ എന്ത് ദിലീപ് സുബ്രായൻ, ഞാൻ രവി വർമ്മ, ഇവർ 4 പേരും. ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ സൂപ്പർ. ദർശൻ ജലൻ കാസ്റ്റിംഗ് ഡയറക്ടർ അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയിട്ടാണെങ്കിലും മറ്റേ പറയാൻ പറഞ്ഞത് ഹൃദയ നായർ അജന്താസ് തമൻ പ്രകാശ് ഇടയ്ക്ക് ഉള്ളപ്പടിക്കും. എന്നാലും അത് അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല. എന്താ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനത്തെ ക്യാരക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് മസ്റ്റ് വാച്ച് മൂവി ഫോർ ആക്ഷൻ മൂവി ലവേഴ്സ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളുന്ന ഓപ്ഷൻ ഉണ്ടോ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ വസ്കസ് ടഷ്കാൻ.